നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറിന് ഇത്തവണയും കിരീടങ്ങളൊന്നുമില്ല. AFC ചാമ്പ്യൻസ് ലീഗിൽ അവർ പുറത്തായ രീതി നിങ്ങൾ കണ്ടതാണല്ലോ. ചാമ്പ്യൻസ് ലീഗൊക്കെ ഇപ്പോൾ അൽ അഹ്ലിയൊക്കെ കൊണ്ടുപോയി. അൽ നസറിനൊന്നുമില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് വിമർശനവുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് മുൻ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായിട്ടുള്ള മീഡോ. അദ്ദേഹം ഇപ്പോൾ കോച്ചാണ്, അനലിസ്റ്റാണ്. മിഡോയെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ സിരിയയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ മീഡോ പറയുന്നു, ഈ അൽ നസറിൻ്റെ പരാജയത്തിൻ്റെ ഭാരം മുഴുവനും ക്രിസ്ത്യാനോയിൽ ഏൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല, അത് അൺഫെയറാണ്. അദ്ദേഹമല്ല അൽ നസറിൻ്റെ പ്രശ്നം, ദി ടീംസ് പ്രോബ്ലം ഈസ് ബിഗ്ഗർ ദാൻ ഹിം. പക്ഷേ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ മറ്റൊരു വിഷയമുണ്ട്. അപ്പോൾ ആദ്യം ക്രിസ്ത്യാനോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് തോന്നിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് പറയുന്ന കാര്യങ്ങൾ നോക്കുക. ഇതിപ്പോൾ അറബിക് TV ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ്, SBS സ്പോർട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബോക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നു, റൊണാൾഡോക്കാണ് അൽ നസറിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, അല്ലാതെ അൽ നസറിന് റൊണാൾഡോയിൽ നിന്നല്ല. റൊണാൾഡോയുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് 1000 ഗോൾ നേടുക എന്നുള്ളതാണ്, അല്ലാതെ അൽ നസറിനൊപ്പം കിരീടം ചൂടുക എന്നതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് അൽ നസർ നിൽക്കുന്നിടത്തോളം കാലം, അവിടെ നിൽക്കുന്ന അവസാനം ദിവസം വരെ നല്ല പണം ഉണ്ടാക്കുക എന്നതാണ്. ഇൻ ദി എൻഡ് അവസാനം ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളത് അവസാനത്തെ മാത്രം ലക്ഷ്യമാണ്. ഇപ്പോൾ ഞാനാണ് അൽ നസറിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഞാൻ പുതുക്കില്ല. ആ പണം ഉപയോഗിച്ച് 4 സ്ട്രോങ് പ്ലെയേഴ്സിനെ ഞാൻ സൈൻ ചെയ്യും. എന്നിട്ടൊരു കംപ്ലീറ്റ് ടീമിനെ അതേ പൈസയ്ക്ക് ഞാൻ ബിൽഡ് ചെയ്യും എന്നാണ് മീഡോ പറയുന്നത്. എന്തായാലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ മീഡോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരാണ് ഈ മീഡോ, അയാൾക്കൊക്കെ ഫുട്ബോൾ എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇടാൻ ആളുകളുണ്ട്. അപ്പോൾ അവരോട് ആദ്യമേ പറയട്ടെ, അന്താരാഷ്ട്ര കളി കളിച്ചതിൻ്റെ ബലം വെച്ച് മീഡോയെ പോലുള്ള ഒരാളെ അളക്കരുത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ടോപ്പ് 5 ലീഗിലെ പല ലീഗുകളിലും കളിച്ചിട്ടുള്ള ആളാണ്. നോക്കുക, മാഴ്സയ്ക്ക് വേണ്ടി അദ്ദേഹം ലീഗ് 1 കളിച്ചിട്ടുണ്ട്, റോമക്കൊപ്പം അദ്ദേഹം സിരിയെ കളിച്ചിട്ടുണ്ട്, ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ പ്രീമിയർ ലീഗ് കളിച്ചിട്ടുണ്ട്, മിഡിൽസ്ബ്രോയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, വീഗാൻ അത്ലറ്റിക്കിന് കളിച്ചിട്ടുണ്ട്, വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട്, ബേൺസ്ലിക്ക് കളിച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് 5 ലീഗിന് പുറത്താണെങ്കിൽ അദ്ദേഹം അയാക്സിൽ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വമ്പൻ ലീഗുകളിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈജിപ്ഷ്യൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് 51 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.